ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ CPO WCPO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനും CPOയ്ക്കും വേണ്ടിയിട്ടുള്ള GK പോർഷൻസ് നമ്മൾ കാലത്തെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ രാത്രി 8 മണിക്ക് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ CPO WCPO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് CPO WCPOയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് ആണ്. BNSൽ നമ്മൾ സെക്ഷൻ 33 വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം കണ്ട് പഠിച്ചതിന് ശേഷം ഈ ഒരു ക്ലാസ്സിലോട്ട് വരിക കേട്ടോ. ഓൾറെഡി നമ്മൾ 3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെക്ഷൻ 34 മുതൽ 44 വരെയുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനും CPO എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ ഓരോ ദിവസവും പഠിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോൾസ്, ഇതെല്ലാം നിങ്ങൾക്ക് ടെലഗ്രാം വഴിയാണ് നമ്മൾ നൽകുന്നത്. സോ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് BNSൽ സെക്ഷൻ 34 മുതൽ 44 വരെയുള്ള സെക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 34 മുതൽ 44 വരെയുള്ള കാര്യങ്ങൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഡിഫൻസ് അഥവാ സ്വകാര്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 34 മുതൽ 44 വരെ പഠിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ സെക്ഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ 34 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്വകാര്യ പ്രതിരോധത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 34. അപ്പോൾ മൊത്തത്തില് സ്വകാര്യ പ്രതിരോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 34 ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി സെക്ഷൻ 35 എന്താ പറയുന്നത്? സ്വകാര്യ പ്രതിരോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് 34 പറഞ്ഞു. സെക്ഷൻ 35 ശരീരത്തിന്റെയും സ്വത്തിന്റെയും സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ശരീരത്തിന്റെയും സ്വത്തിന്റെയും, അതായത് ആദ്യത്തെ കേസ് നമുക്ക് പറയാം, ശരീരത്തിന്റെ കേസ്. ഓക്കെ, ശരീരത്തിന് വേണ്ടിയിട്ടുള്ള സ്വകാര്യ പ്രതിരോധം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാള് നമ്മളെ ഒരു വാളെടുത്തിട്ട് എന്ത് ചെയ്യാണ്? വെട്ടാൻ വേണ്ടിയിട്ട് വരുവാണ്. ഓക്കെ, വാളെടുത്ത് ഒരാൾ നമ്മളെ എന്ത് ചെയ്യാണ്? ഇവിടെ നിൽക്കുന്ന നമ്മളെ വെട്ടാൻ വേണ്ടി വരുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നീ എന്നെ വെട്ടിക്കോന്നും പറഞ്ഞ് നിന്ന് കൊടുക്കോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് അവിടെ എന്താണ് ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കുറ്റമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? അവരെ പ്രതിരോധിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു അപകടം വരുന്നു, നമ്മുടെ ശരീരം മാത്രമല്ല മറ്റൊരാളുടെ ശരീരം ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും അപകടം വരുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ് സെക്ഷൻ 35. കൂടാതെ സ്വത്തിന്റെയും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? സ്വത്തിന്റെയും, അതായത് ഒരു മോഷണം നടക്കുകയാണ്. മോഷണം, അപ്പൊ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തെ തടയാൻ വേണ്ടി, ആ ഒരു കുറ്റകൃത്യം നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ ജംഗമമോ സ്ഥാവരമോ ആയിട്ടുള്ള സ്വത്ത് അത് എന്താണ് കവർച്ച ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട്, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 35. അപ്പൊ സെക്ഷൻ 35 എന്താ പറയുന്നത്? ശരീരത്തിന്റെയും സ്വത്തിന്റെയും സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് സെക്ഷൻ 36 ആണ്. സെക്ഷൻ 36 പറയുന്നത് ബുദ്ധിശൂന്യമായ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം. സെക്ഷൻ 34 പറഞ്ഞത് സ്വകാര്യ പ്രതിരോധത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. 35 പറഞ്ഞത് ശരീരത്തിന്റെയും സ്വത്തിന്റെയും കാര്യത്തിലുള്ള സ്വകാര്യ പ്രതിരോധമാണ്. ഇനി 36 പറയുന്നത് എന്താണ്?
ബുദ്ധിശൂന്യമായ വ്യക്തിയുടെ പ്രവർത്തികൾ, അതായത് മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്ന, ചിത്തഭ്രമമുള്ള അല്ലെ ഭ്രാന്തുള്ള ഒരു വ്യക്തി, ഇയാൾക്ക് എന്തുണ്ട്, ഭ്രാന്തുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഭ്രാന്തുള്ള ഒരു വ്യക്തി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് ഭ്രാന്തല്ലേ, അത് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഭ്രാന്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി, മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയാണെങ്കിൽ കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കുവാനുള്ള അവകാശം നൽകുന്നുണ്ട്. അങ്ങനെ പ്രതിരോധിച്ചാൽ അത് കുറ്റകരമല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 36. അപ്പൊ ബുദ്ധിശൂന്യനായ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചെങ്കിൽ ഏതാണ്? സെക്ഷൻ 36 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്തത് സെക്ഷൻ 37. സെക്ഷൻ 37 പറയുന്നത് സ്വകാര്യ പ്രതിരോധത്തിന് അവകാശമില്ലാത്ത നിയമങ്ങളെ കുറിച്ചാണ്. ഓക്കെ, സ്വകാര്യ പ്രതിരോധത്തിന് അവകാശമില്ലാത്ത നിയമങ്ങൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇപ്പൊ ശരീരത്തിന് മുറിവേൽക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാം, അല്ലെങ്കിൽ സ്വത്ത് മോഷ്ടിക്കാനായിട്ട് വരുന്നു, നമുക്ക് പ്രതിരോധിക്കാം. ബുദ്ധിശൂന്യതയായിട്ടുള്ള ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു, നമുക്ക് പ്രതിരോധിക്കാം എന്നൊക്കെ പറഞ്ഞു അല്ലെ. നമുക്ക് അങ്ങനെ പ്രതിരോധിക്കാൻ പറ്റില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് നമുക്ക് പ്രതിരോധ അവകാശം ഇല്ലാതാവുന്നത്? പ്രതിരോധത്തിനുള്ള അവകാശം ഇല്ലാതാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഒന്നാമത്തെ സന്ദർഭം, പ്രതിരോധത്തിനുള്ള അവകാശം ഇല്ലാതാവുന്ന ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു പൊതുസേവകൻ, ഒരു പൊതുസേവകൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യനിർവഹണത്തിൽ, ഔദ്യോഗിക നിലയിൽ തന്റെ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിനെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം അവിടെ നമുക്ക് ഉണ്ടായിരിക്കുകയില്ല. ഒരു പൊതുസേവകൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രതിരോധിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പോലീസുകാരൻ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരുവാണ്. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പൊ നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് പിടിച്ചടിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നുള്ളത്. അപ്പൊ പൊതുസേവകൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്ന സമയത്ത് നമുക്ക് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം അവിടെ നടത്താനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത ഒരു കാര്യം പറയുന്നത്, ഇനി ഒരു പൊതുസേവകനല്ല, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പൊതുസേവകന്റെ നിർദ്ദേശമനുസരിച്ച് മറ്റൊരു വ്യക്തിയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിലും അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രതിരോധിക്കാനുള്ള അവകാശമില്ല. പൊതുസേവകൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിലയിൽ പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, പൊതുസേവകന്റെ നിർദ്ദേശപ്രകാരം ഒരു ഔദ്യോഗിക പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമുക്ക് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം അവിടെ ലഭിക്കുന്നില്ല. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയുന്നത്, ഇപ്പോൾ ഒരു സാഹചര്യത്തിലും പ്രതിരോധത്തെക്കാൾ ദോഷം വരുത്തുന്നതിലേക്ക് വ്യാപിക്കാൻ പാടില്ല. അതായത് ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട് അല്ലെ, സ്വകാര്യ പ്രതിരോധത്തിന് അവകാശമുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരുന്നു, നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നു, നമ്മൾ തിരിച്ച് പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രതിരോധം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു ദോഷത്തിലോട്ട് കടക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ വ്യക്തിയെ കൊല്ലാനൊന്നും നമുക്ക് എന്തില്ല? വകുപ്പില്ല. മനസ്സിലായോ? സ്വകാര്യ പ്രതിരോധം, അദ്ദേഹത്തെ ഇപ്പൊ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് തിരിച്ചു പ്രതിരോധിക്കാം, പക്ഷെ അത് അതിനപ്പുറത്തേക്ക് മരണത്തിലോട്ടൊന്നും വ്യാപിക്കാനായിട്ട് പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 37 പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സ്വകാര്യ പ്രതിരോധത്തിന് എപ്പോഴൊക്കെയാണ് നമുക്ക് അവകാശമില്ലാത്തത് എന്ന് പറയുന്നു? എപ്പോഴൊക്കെയാണ്? ഒന്ന്, പൊതുസേവകൻ തന്റെ ഔദ്യോഗിക നിലയിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമില്ല. പൊതുസേവകന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയിലും നമുക്ക് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമില്ല. അതുപോലെ സ്വകാര്യ പ്രതിരോധം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ദോഷം വരുത്തുന്നതിലോട്ട് വ്യാപിക്കാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അല്ലേ? സെക്ഷൻ 37 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സെക്ഷൻ 38. സെക്ഷൻ 38 പറയുന്നത് എന്താണ്? ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് വരെ വ്യാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കുക.
അതായത് സ്വകാര്യ പ്രതിരോധം മരണത്തിലേക്ക് വ്യാപിക്കുന്ന സമയത്ത് അത് കുറ്റകരമാവാത്ത തെറ്റാകുന്നത് എപ്പോഴൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 37 എന്ത് പറഞ്ഞു? സ്വകാര്യ പ്രതിരോധം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മരണത്തിലോട്ട് വ്യാപിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. എന്നാൽ നമ്മൾ പ്രതിരോധിക്കുന്ന സമയത്ത് അത് മരണത്തിലോട്ട് പോയി, ആ മരണപ്പെട്ടു എന്ന് വിചാരിക്കും. ഒരാളെ നമ്മൾ പ്രതിരോധിക്കുന്ന സമയത്ത് ഒരാൾ മരണപ്പെട്ടു, എന്നാൽ ആ മരണപ്പെട്ടത് പോലും കുറ്റകരമല്ലാതാവുന്ന സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരാളെ പ്രതിരോധിക്കുന്ന സമയത്ത് അയാൾ മരണപ്പെടുന്നു, അത് കുറ്റകരമല്ലാതാവുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെയാണ് ഒരാൾ ആക്രമിക്കാൻ വരുന്നത്. ഈ ഒരു എ എന്ന് പറയുന്ന ഒരാള് ബി എന്ന് പറയുന്ന എന്നെ എന്ത് ചെയ്യാണ്? ആക്രമിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഈ ആക്രമണം സംഭവിച്ച വ്യക്തി, അതായത് ഇപ്പൊ എന്നെയാണ് ആക്രമിക്കാൻ വരുന്നത്, ഞാൻ മരിക്കാറാവുന്ന ഒരു ഘട്ടം എത്താണ്, അല്ലെങ്കിൽ എൻ്റെ മരണം സംഭവിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിവിടെ വരികയാണ്. ഓക്കെ, ഞാൻ എന്തായാലും മരണപ്പെട്ടേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇയാളെ ആക്രമിക്കാം. അതിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അത് കുറ്റകരമാവുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് ആക്രമണം സംഭവിച്ച വ്യക്തിയുടെ മരണം ഉറപ്പായേക്കാവുന്ന സന്ദർഭം വരുമ്പോൾ അത് ഒരിക്കലും എന്താണ്, നമ്മൾ പ്രതിരോധം ചെയ്യുന്ന സമയത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കുറ്റകരമാവുന്നില്ല എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ സന്ദർഭം വരുന്നത്, നമുക്ക് ഈ പറയുന്ന വ്യക്തി ആക്രമിക്കുന്ന സമയത്ത്, ഈ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന എന്നെ ആക്രമിക്കുന്ന സമയത്ത് ഇവിടെ കഠിനമായ ദേഹോപദ്രവം നമ്മളെ ഏൽപ്പിക്കുന്നു. കഠിനമായിട്ടുള്ള ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും കൂടെ നമുക്ക് സ്വകാര്യ പ്രതിരോധം ചെയ്യുമ്പോൾ ഇയാളുടെ മരണം സംഭവിച്ചാലും അതും എന്തല്ല, കുറ്റകരമായിട്ട് കാണുന്നില്ല. ഇനി മൂന്നാമത്തെ സന്ദർഭം പറയുന്നത്, ബലാത്സംഗം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് പ്രവൃത്തിയെങ്കിൽ, ബലാത്സംഗം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അക്രമമാണ് ഉണ്ടാവുന്നതെങ്കിൽ സ്വയം പ്രതിരോധത്തിനിടയിൽ ആ അക്രമി മരണപ്പെട്ടാലും അവിടെ കുറ്റകരമാവുന്നില്ല. ബലാത്സംഗ ശ്രമത്തിനിടയിലാണ് ആള് കൊല്ലപ്പെടുന്നത്, അപ്പൊ അതെന്താണ്, കുറ്റകരമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ കാര്യം പറയുന്നത്, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം, അല്ലെ, അതുണ്ട്. അപ്പൊ അതിനു വേണ്ടി നിർബന്ധിക്കുന്ന വേളയിലാണെങ്കിൽ, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതിനിടയിൽ, അതിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്ന് ആ അക്രമകാരിയെ നമ്മൾ കൊല്ലുന്നത് എന്നുണ്ടെങ്കിലും അതും കുറ്റകരമായിട്ട് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആളപഹരണം അല്ലെങ്കിൽ ആൾമോഷണം, തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യും, അല്ലെ, ആൾമോഷണമൊക്കെ നടത്തുന്നതിനിടയിലാണ് നമ്മൾ പ്രതിരോധിക്കുന്ന സമയത്ത് ഒരു മരണം സംഭവിക്കുന്നത്, കുറ്റവാളിയുടെ മരണം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും അതും എന്തല്ല, കുറ്റകരമായിട്ട് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആസിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യും, അല്ലെ, ആസിഡ് മുഖത്തൊഴിക്കുക, അല്ലെ, അപ്പൊ അങ്ങനെ ആസിഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്ക് ഒക്കെയാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനിടയിലാണ് ഇതുപോലെ നമ്മൾ പ്രതിരോധത്തിനിടയിൽ മരണത്തിലോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിലും അതും കുറ്റകരമായിട്ട് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 38 പ്രകാരം ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് വ്യാപിക്കുമ്പോൾ കുറ്റകരമല്ലാതാവുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരാളെ ആക്രമിക്കുമ്പോൾ അവിടെ മരണം സംഭവിക്കാമെങ്കിൽ, അതുപോലെ കഠിനമായ ദേഹോപദ്രവമാണ് സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബലാത്സംഗ ശ്രമത്തിനിടയിൽ, പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനിടയിൽ, ആൾമോഷണം, അതുപോലെ ആസിഡ് ആക്രമണം, ഇങ്ങനെയുള്ള വേളകളിലൊക്കെ അത് ആ ഒരു പ്രതിരോധം, സ്വകാര്യ പ്രതിരോധം മരണത്തിലോട്ട് പോയാലും അവിടെ കുറ്റകരമാവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 39. സെക്ഷൻ 39 എന്താണ് പറയുന്നത്? മരണമല്ലാതെ മറ്റെന്തെങ്കിലും ഉപദ്രവം വരുത്തുന്നതിലേക്ക് അത്തരം അവകാശം വ്യാപിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു സ്വകാര്യ പ്രതിരോധം ചെയ്യുമ്പോൾ ചില സമയത്ത് അത് മരണത്തിലോട്ട് പോയേക്കാം എന്ന് പറഞ്ഞല്ലേ. ഇനി മരണമല്ല മറ്റെന്തെങ്കിലും ഉപദ്രവം വരിക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഒരാള് എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എന്നെ വെട്ടാനോ കുത്താനോ ഒക്കെ വരുവാണേ. അപ്പം എന്നെ ഇവിടെ എന്താണ്, കൊല്ലുമെന്ന് എനിക്കുള്ളൊരു ഭയമുണ്ട്. ആ ഒരു ഭയത്തിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, കയ്യിൽ കിട്ടിയ ഒരു സാധനം വെച്ചതേ ഇയാളെ നല്ലൊരു അടി അടിച്ചു. അപ്പോൾ തലക്കിട്ട് അടിച്ചു എന്ന് വിചാരിച്ചോ. തലക്കിട്ട് അടിച്ചിട്ട് ആൾ എന്ത് ചെയ്യാണ്, ആള് ബോധം കെട്ടതേ ഇങ്ങനെ നിലത്ത് കിടക്കുവാണ്. ഓക്കെ, ബോധം കെട്ട് ഇങ്ങനെ നിലത്ത് കിടക്കുവാണ്. അപ്പോൾ ബോധം കെട്ട് നിലത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, മരണം സംഭവിച്ചില്ല, പക്ഷെ അത്യാവശ്യം എന്താണ്, ഒരു ഉപദ്രവം വരുത്തുന്ന രീതിയിലോട്ട്
തൊട്ട് അത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും എന്താണ്, അതും നമ്മുടെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിലോട്ടാണ് പറയുന്നത്. ഓക്കെ, മരണമല്ലാതെ മറ്റെന്തെങ്കിലും ഉപദ്രവം വരുത്തുന്ന രീതിയിലേക്ക് അത്തരം അവകാശം വ്യാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സെക്ഷൻ 39 അത് പറയുന്നത്. സ്വകാര്യ പ്രതിരോധത്തിനിടയിൽ മരണം സംഭവിക്കുന്നില്ല, പക്ഷെ മറ്റൊരു ഉപദ്രവം വരുത്തുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, സെക്ഷൻ 39 പറയുന്നത്. ഇനി സെക്ഷൻ 40 എന്താണ് പറയുന്നതെന്ന് നോക്കാം. സെക്ഷൻ 40 പറയുന്നത് ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ആരംഭവും തുടർച്ചയും. നമ്മൾ ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താന്നുള്ളത് പഠിച്ചു അല്ലെ. എവിടെയാ പഠിച്ചത്, സെക്ഷൻ 35 പഠിച്ചു. അപ്പൊ സെക്ഷൻ 35 നമ്മൾ പഠിച്ച ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, എപ്പോഴാണ് അതിന്റെ തുടർച്ച, എങ്ങനെയാണ് അതിന്റെ തുടർച്ച എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സെക്ഷൻ 40 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് മോഷണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ മോഷണ ശ്രമത്തിനിടയിൽ നമ്മുടെ ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം അല്ലെങ്കിൽ ആരംഭം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആരംഭിക്കുന്നത്. ഇപ്പൊ മോഷ്ടിക്കാൻ വരുന്ന ഒരാള്, ഓക്കെ, മോഷ്ടിക്കാൻ വരുന്ന ഒരാള് നമ്മുടെ ഒരു സാധനം മോഷ്ടിക്കാൻ വേണ്ടി ആ ഒരു ശ്രമം തുടങ്ങില്ലേ, ആ ശ്രമം തുടങ്ങുന്ന സമയത്താണ് ഈ സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം ആരംഭിക്കുന്നത്. അതിനുള്ള ശ്രമം തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ആരംഭിക്കും അല്ലെ. മോഷണ ശ്രമം തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രതിരോധിക്കണം. അപ്പോൾ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ആ ഒരു ശ്രമം തുടങ്ങുമ്പോഴാണ്. മോഷണമാണെങ്കിൽ മോഷണം, ഇല്ലെങ്കിൽ നമ്മളെ ഒരാൾ എന്താണ് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്, ഒരു കത്തി വെച്ച് കുത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ കത്തി എടുത്ത് ആള് കുത്താനായിട്ട് ശ്രമിക്കുന്നു അല്ലെ, കത്തി ഊരുന്നു, കത്തി വലിച്ചൂരി എടുക്കുവാണ് കുത്താൻ വേണ്ടിയിട്ട്. ആ വലിച്ചൂരി എടുക്കാൻ വേണ്ടി ആ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം ആരംഭിക്കുന്നു. പിന്നീട് അത് എപ്പോഴാണ് അവസാനിക്കുന്നത്, മോഷണ കാര്യത്തിലാണെങ്കിൽ മോഷണ ശ്രമം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്വകാര്യ പ്രതിരോധം ആരംഭിച്ചു. ഇനി അതെങ്ങനെയാണ് അതിന്റെ തുടർച്ച പോയിട്ട് ഇവിടെ അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ ആ മോഷ്ടിച്ച സാധനം നമ്മൾ തിരികെ നമുക്ക് ലഭിക്കുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിലോ ആ മോഷ്ടിച്ച സാധനം അവിടെ ഉപേക്ഷിച്ച് ആ മോഷ്ടാവ് രക്ഷപ്പെടുമ്പോൾ അതവിടെ തീരുന്നു പ്രതിരോധം. അല്ലെങ്കിൽ നമ്മൾ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മളെ രക്ഷിക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു സമയത്തായിരിക്കും അതിന്റെ അവസാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരംഭം എപ്പോഴും എന്താണ്, ശ്രമം എപ്പോഴാണോ ആ ശ്രമം തുടങ്ങുന്നത് അല്ലെ, മോഷണ ശ്രമം അല്ലെങ്കിൽ കത്തി വെച്ച് കുത്താനൊക്കെ പോവാണെങ്കിൽ അത് തുടങ്ങുന്നത് ആ കത്തി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വകാര്യ പ്രതിരോധം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ആരംഭവും തുടർച്ചയും എന്നുള്ളതാണ് സെക്ഷൻ 40 പ്രതിപാദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് സെക്ഷൻ 41 സെക്ഷൻ 41 പറയുന്നത് എന്താണ്, സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് വരെ വ്യാപിക്കുമ്പോൾ, അതായത് സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം, ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം നമ്മൾ 35 പഠിച്ചു അല്ലെ, സ്വത്തിന്റെയും ഈ സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് തീവെപ്പ്. ഓക്കെ, ഒരാളിപ്പോൾ നമ്മുടെ കട അല്ലെങ്കിൽ നമ്മുടെ വീട് ഇതിലേതിനെങ്കിലും ഒരാൾ തീ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, തീയിടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ഇവിടെ കടയോ അല്ലെങ്കിൽ വീടോ ഒക്കെ തീയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ വീട് നഷ്ടപ്പെടും അല്ലെ, നമ്മുടെ സ്വത്തിനും നമ്മുടെ ശരീരത്തിനും നമുക്ക് എല്ലാത്തിനും എന്താണ് നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, നല്ല രീതിയിൽ ദോഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ തീ വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ മരണം വരെ വ്യാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്വകാര്യ പ്രതിരോധം നടത്താം. നമ്മുടെ വീട് തീ വയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ നമ്മൾ മരണമൊന്നും സംഭവിക്കരുതെന്നും പറഞ്ഞ് നോക്കി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ? വീട് കത്തിച്ചു കഴിഞ്ഞാൽ ആകെ എന്താണ്, നമ്മുടെ സ്വത്ത് പോയി, വീട് പോയില്ലേ, വസ്തു പോയി, ജീവൻ പോയി, അങ്ങനെയുള്ള മൊത്തം ദോഷം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുടെ മരണം സംഭവിച്ചാലും കുഴപ്പമില്ല, ആ ഒരു രീതിയിലുള്ള സ്വകാര്യ പ്രതിരോധം ഇവിടെ അനുവദിക്കുന്നുണ്ട്, അതിനുള്ള അവകാശം വരുന്നുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 41 പറയുന്നത്. അപ്പൊ ഈ സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് വരെ വ്യാപിച്ചാലും നമുക്ക് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണം വരെ എത്തിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സന്ദർഭങ്ങൾ, ഒന്ന് ഈ പറയുന്ന തീവെപ്പ്, 2 കവർച്ച, അതുപോലെ 3 ഭവനഭേദനം, വീടൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഭവനഭേദനം നടത്തുന്നു അല്ലെ. അപ്പോൾ ഭവനഭേദനം എന്ന് പറയുന്നത് സമയം പറയുന്നുണ്ട്, എപ്പോഴുള്ള ഭവനഭേദനമാണ്, സൂര്യാസ്തമയത്തിനു ശേഷം
സൂര്യാസ്തമയത്തിന് ശേഷം, അതുപോലെ സൂര്യോദയത്തിന് മുൻപ്, അതായത് രാത്രി നേരത്തെ അല്ലെ, സൂര്യോദയത്തിന് മുൻപ് സൂര്യാസ്തമയത്തിന് ശേഷം ഈ ഒരു സമയത്തിലുള്ള ഭവനഭേദനം, കവർച്ച, തീവെപ്പ്, ഓക്കെ, തീവെപ്പ് അല്ലെങ്കിൽ സ്ഫോടനം, ഈ വേളകളിലൊക്കെയാണ് സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് വ്യാപിച്ചാൽ കൂടി നമുക്കവിടെ കുറ്റകരമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 41 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് സെക്ഷൻ 42 ആണ് കേട്ടോ. സെക്ഷൻ 42 എന്താ പറയുന്നത്? മരണമല്ലാതെ മറ്റെന്തെങ്കിലും ഉപദ്രവം വരുത്തുന്നതിലേക്ക് അത്തരം അവകാശം വ്യാപിക്കുമ്പോൾ, തൊട്ടു മുൻപ് നമ്മൾ പറഞ്ഞു മരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു, ഇനി മരണമല്ല മറ്റെന്തെങ്കിലും ഉപദ്രവം വരുത്തുന്ന രീതിയിലേക്ക് അവകാശം വ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നതാണ് സെക്ഷൻ 42 എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ എന്താണ് സ്വകാര്യ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കുന്നു, ആ സമയത്ത് ആൾക്ക് മരണമല്ല പക്ഷെ എന്തെങ്കിലും മറ്റു ഉപദ്രവം, നേരത്തെ പറഞ്ഞ പോലെ തലക്കിട്ട് അടിക്കുക, അപ്പോൾ ആളുടെ ബോധം പോയി, മരണം സംഭവിക്കുന്നില്ല പക്ഷെ മറ്റൊരു ഉപദ്രവം വരുത്തുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് സെക്ഷൻ 42 പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 43. സെക്ഷൻ 43 എന്താ പറയുന്നത്? സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ആരംഭവും തുടർച്ചയും. നമ്മൾ നേരത്തെ ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ആരംഭവും തുടർച്ചയും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഒരാള് നമ്മുടെ വീട്ടിൽ വരുവാണ്, എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ സ്വർണം മോഷ്ടിക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, സ്വർണം നമ്മുടെ സ്വത്താണ് അല്ലെ, അപ്പൊ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി വരുവാണ്. അപ്പൊ ഈ മോഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ആരംഭിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പൊ അതാണ് സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ആരംഭവും തുടർച്ചയും. ഈ സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് സെക്ഷൻ 43. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് സെക്ഷൻ 44. സെക്ഷൻ 44 പറയുന്നത് എന്താണ്? 44 നിരപരാധിയായ വ്യക്തിക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ മാരകമായ ആക്രമണത്തിനെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം, അത് കുറ്റകരമല്ലാതെ ആവുന്ന സിറ്റുവേഷൻ ആണ് പറയുന്നത്. അതായത് ഒരു നിരപരാധിയായ ഒരു വ്യക്തിക്ക് അപകടം സംഭവിക്കും എന്ന് നമുക്കറിയാം, പക്ഷേ മറ്റു മാർഗമില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു, അപകടം സംഭവിക്കുന്നു, പക്ഷെ നമ്മൾ കുറ്റക്കാരനാവുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെ, ഇപ്പോ എ എന്ന് പറയുന്ന ഒരാളെ കുറേ ആളുകൾ ചേർന്ന് കേട്ടോ, വലിയൊരു ജനക്കൂട്ടമാണ്, കുറേ ആളുകൾ ഇത് ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന ആളെ കുറേ ജനക്കൂട്ടം, കുറേ ആളുകൾ ചേർന്നിട്ട് ഇങ്ങനെ ചുറ്റും കൂടി നിന്ന് ഇങ്ങനെ കല്ലെറിയുകയാണെന്ന് വിചാരിച്ചോ. ഈ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കും? കൊച്ചു കുട്ടികളും ഉണ്ടായിരിക്കും അല്ലെ, ചെറിയ ചെറിയ കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പൊ എയെ എല്ലാവരും കൂടെ ഇങ്ങനെ കല്ലെറിയുക അല്ലെങ്കിൽ അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കും അല്ലെ. അപ്പൊ അദ്ദേഹം പ്രതിരോധിക്കുന്ന സമയത്ത് ഇവിടെ കൊച്ചു കുട്ടികളുണ്ട്. ഇപ്പൊ ഇയാൾക്ക് ഈ പറയുന്ന ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാനുള്ളതുണ്ട്, കയ്യിൽ തോക്കുണ്ടെന്ന് വിചാരിച്ചോ, വെടിയുതിർക്കാം. പക്ഷെ അവിടെ ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് അപകടം സംഭവിക്കുമെന്ന് അറിയാം. പക്ഷെ ഇയാളുടെ സ്വകാര്യ പ്രതിരോധത്തിന് വേണ്ടി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ആള് തോക്കെടുത്തിട്ട് എന്ത് ചെയ്യാണ്? ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയാണ്. അപ്പൊ വെടിയുതിർത്തു, അതില് ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചു, വെടി കൊണ്ടു എന്ന് വിചാരിക്കുക കുട്ടിയുടെ മേലെ. ഇയാളെ കുറ്റം പറയാൻ പറ്റുമോ? ആളുടെ സ്വകാര്യ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ജനക്കൂട്ടത്തിലോട്ട് വെടിവെച്ചത്. അപ്പൊ ആൾക്കറിയാം ഈ ജനക്കൂട്ടത്തിനിടയിൽ കുഞ്ഞുങ്ങളുണ്ട്, വെടിവെച്ചു കഴിഞ്ഞാൽ ആളുടെ മേലെ കൊള്ളും, പക്ഷെ ആൾക്ക് വേറെ വഴിയില്ല അല്ലെ. ആള് എന്താണ്? സ്വകാര്യ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് വെടിവെച്ചത്, അങ്ങനെയാണ് കുഞ്ഞിന് കൊണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എ കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിരപരാധിയായ വ്യക്തിക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ മാരകമായ ആക്രമണത്തിനെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്കുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 44 പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓരോ സെക്ഷൻസ് ആണ്, അപ്പോൾ എല്ലാം കൂടെ എന്താണ്
പഠിച്ചു വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സെക്ഷൻ 34 അല്ലേ, 34 മുതൽ 44 വരെയുള്ളത് സ്വകാര്യ പ്രതിരോധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ സെക്ഷൻ 34 പറഞ്ഞത് സ്വകാര്യ പ്രതിരോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത്. സെക്ഷൻ 35 പറഞ്ഞത് എന്താ, ശരീരത്തിന്റെയും സ്വത്തിന്റെയും സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം. നമ്മൾ പറഞ്ഞു വാളെടുത്ത് വെട്ടാൻ വരുന്ന ഒരാളെ പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഒരു മോഷണ ശ്രമം നടക്കുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. ഇനി സെക്ഷൻ 36 എന്താ പറഞ്ഞത്, ബുദ്ധിശൂന്യനായ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾക്കെതിരെ നമുക്ക് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട് അല്ലെ. ഭ്രാന്തുള്ള ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, അത് കുറ്റകരമാവുന്നില്ല. ഇനി സെക്ഷൻ 37 എന്താ പറയുന്നത്, സ്വകാര്യ പ്രതിരോധത്തിന് അവകാശമില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞു. ഒരു പൊതുസേവകൻ അല്ലെ, ഇപ്പോൾ ഒരു പോലീസ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്കത് പ്രതിരോധിക്കാനുള്ള അവകാശമില്ല. അതുപോലെ പൊതുസേവകന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരാൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദോഷം വരുന്നു എന്നുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിലും എന്താണ്, നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് സ്വകാര്യ പ്രതിരോധം എന്ന് പറയുന്നത് ഒരാളുടെ മരണത്തിലോട്ടൊന്നും കടക്കാനായിട്ട് പറ്റില്ല. അത്രയും വലിയ ദോഷമൊന്നും സംഭവിക്കുന്ന രീതിയിൽ സ്വകാര്യ പ്രതിരോധം ചെയ്യരുത് എന്നുള്ളതാണ് സെക്ഷൻ 37 പറയുന്നത്. ഇനി സെക്ഷൻ 38 എന്താ പറഞ്ഞത്, ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലോട്ട് വ്യാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് അല്ലെ. അപ്പൊ മരണത്തിലോട്ട് പോയാലും നമ്മൾ കുറ്റക്കാരനല്ലാതാവുന്നു. ആ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു, നമ്മുടെ മരണം ഉറപ്പാണ് എന്നുള്ള ഘട്ടത്തിൽ നമുക്ക് സ്വയം പ്രതിരോധം മരണത്തിലോട്ട് വ്യാപിച്ചാലും കുഴപ്പമില്ല. അതുപോലെ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ബലാത്സംഗ ശ്രമത്തിനിടയിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിക്കുക, ആൾമോഷണം, ആസിഡ് ആക്രമണം, ഇങ്ങനെയുള്ള സമയത്തൊന്നും സ്വകാര്യ പ്രതിരോധം മരണത്തിലോട്ട് വ്യാപിച്ചാലും നമ്മൾ കുറ്റക്കാരാവുന്നില്ല എന്നുള്ളതാണ് സെക്ഷൻ 38. ഇനി സെക്ഷൻ 39 പറഞ്ഞത് എന്താണ്, മരണമല്ലാതെ മറ്റെന്തെങ്കിലും ഉപദ്രവം വരുത്തുന്നതിലോട്ട് അത്തരം അവകാശം വ്യാപിക്കുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞ പോലെ തലയ്ക്ക് അടികിട്ടി ആള് ബോധമാണ് പോയത്, ആള് മരണപ്പെട്ടിട്ടില്ല, ബോധമാണ് പോയത് എന്നുള്ള കേസാണ് സെക്ഷൻ 39. ഇനി സെക്ഷൻ 40 എന്താ പറഞ്ഞത്, ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശത്തിന്റെ ആരംഭം അതുപോലെ തുടർച്ച. അപ്പൊ ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധം, ഇപ്പൊ ഒരു കത്തിയെടുത്ത് കുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സെക്ഷൻ 41 പറഞ്ഞത് എന്താ, സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലോട്ട് വ്യാപിക്കുമ്പോൾ. അപ്പൊ സ്വത്തിന്റെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വസ്തുവിന്റെ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ തീവെപ്പ്, കവർച്ച, ഭവനഭേദനം ഇങ്ങനെയുള്ളതൊക്കെയാണ് വസ്തുവിന്റെ അല്ലെങ്കിൽ സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലോട്ട് വ്യാപിക്കുമ്പോൾ. അവിടെ ഭവനഭേദനം സമയം കൂടെ നമ്മൾ പറഞ്ഞു, സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുൻപുള്ള സമയത്ത്. അടുത്തത് 42 എന്താണ് പറഞ്ഞത്, മരണമല്ലാതെ മറ്റെന്തെങ്കിലും ഉപദ്രവം വരുത്തുന്നതിലോട്ട് അത്തരം അവകാശം വ്യാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി സെക്ഷൻ 43 പറഞ്ഞത് എന്താ, സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശത്തിന്റെ ആരംഭവും തുടർച്ചയും. അപ്പൊ നമ്മൾ സ്വർണം മോഷ്ടിക്കാൻ വരുമ്പോൾ ആ സ്വർണത്തിന്റെ മോഷണം ശ്രമിക്കുമ്പോൾ അല്ലെ, ആ ഒരു ശ്രമം തുടങ്ങുമ്പോൾ തന്നെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശവും ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി സെക്ഷൻ 44 എന്താ പറഞ്ഞത്, നിരപരാധിയായ വ്യക്തിക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ തന്നെ മാരകമായ ആക്രമണത്തിനെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ജനക്കൂട്ടത്തിൽ ഒരാളെ കല്ലെറിയാണ്, സോ ആൾക്ക് പ്രതിരോധിക്കണം, പക്ഷെ കുഞ്ഞുങ്ങളുണ്ടല്ലേ, പക്ഷെ ആളുടെ സ്വകാര്യ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ആൾ എന്ത് ചെയ്യുന്നു, വെടിയുതിർക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടായാൽ കൂടി ആള് കുറ്റക്കാരനല്ല എന്നുള്ളതാണ്. അപ്പൊ നിരപരാധിയായ വ്യക്തിക്ക് പരിക്കേൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം മുഖേന നമുക്ക് ആക്രമണം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സെക്ഷൻ 44 പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ 34 to 44 നമ്മുടെ ഏത് ഭാഗം, ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള കാര്യങ്ങളായിരുന്നു ജനറൽ എക്സെപ്ഷൻ വരുന്നുണ്ടായിരുന്നത്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഓരോന്നും കണ്ട് നിങ്ങൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക. കറക്റ്റായിട്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്